നിലമ്പൂരിനെ ആവേശത്തിലാഴ്ത്തി LDF JPPM സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം. നിലമ്പൂർ തഹസീൽദാർ ഓഫീസിലാണ് LDF സ്ഥാനാർത്ഥി M സ്വരാജ് രാവിലെ 11:30 പത്രിക സമർപ്പിച്ചത്. ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി സ്ഥാനാർത്ഥി PV അൻവർ അല്പസമയത്തിനകം പത്രിക നൽകും. സ്ഥാനാർത്ഥികളുടെ എണ്ണത്തെക്കുറിച്ച് ആശങ്കയില്ലെന്ന പത്രിക സമർപ്പിച്ച ശേഷം M സ്വരാജ് മാധ്യമങ്ങളോട് പറഞ്ഞു. മത്സരിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ആരും മത്സരിക്കരുതെന്ന് പറയാനൊന്നും നമുക്ക് അവകാശമില്ല. അപ്പം മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ മത്സരിക്കട്ടെ. ജനങ്ങൾ അതൊക്കെ വിലയിരുത്തിക്കൊണ്ട് വിധി എഴുതുകയും ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ ജനാധിപത്യം കൂടുതൽ ശക്തമാവും. നമുക്ക് അങ്ങനെ ആശിക്കാം. ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നതേ ഇല്ല. അത് അവരുടെ ഒരു പ്രശ്നമാണ്. അവരുടെ പ്രശ്നം അവർ പരിഹരിക്കട്ടെ. ഞാൻ ആ പ്രശ്നത്തിൽ ഒരു അഭിപ്രായവും പറയുന്നില്ല. പ്രവർത്തകരെ അണിനിരത്തി ശക്തി പ്രകടനമായാണ് PV അൻവർ പത്രിക സമർപ്പിക്കാൻ എത്തുന്നത്. 100% വിജയിക്കുമെന്നും താനല്ല നാട്ടുകാരാണ് ജയിക്കുന്നതെന്നും അൻവർ 24-നോട് പ്രതികരിച്ചു. എന്താ പ്രതീക്ഷ? ജയിക്കോ? 100% ഞാനല്ല ജയിക്കുന്നത്, ഈ കേരളത്തിലെ ജനങ്ങളാണ് ജയിക്കുന്നത്. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ഉച്ചയ്ക്ക് 1:30 പത്രിക സമർപ്പിക്കും. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചാരണം തുടരുകയാണ്. UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വൈകിട്ട് KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. ഹാഷ്മി താജ് ഇബ്രാഹിം ഒപ്പം R ശ്രീജിത്തും വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ദീപക് ധർമ്മടവും ചേരും കൂടുതൽ വിവരങ്ങളുമായി. ഹാഷ്മി, ഇനിയിപ്പോൾ കാത്തിരിക്കുന്നത് PV അൻവറിന്റെ പത്രികാ സമർപ്പണത്തിനാണ്. വലിയ ഒരു ആൾക്കൂട്ടത്തെയൊക്കെ ഒപ്പം ചേർത്ത് അൻവർ പത്രികാ സമർപ്പണത്തിനായി പുറപ്പെടുന്നത് നമ്മൾ 12:30 കണ്ടു. നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോഴും അതിനുശേഷം പ്രവർത്തകരെ അഭിസംബോധന ചെയ്തപ്പോഴും ഏതാണ്ട് ഒരേ കാര്യം തന്നെയാണ് അൻവർ തുടർച്ചയായി പറയുന്നത്. പത്രികാ സമർപ്പണത്തിന് തഹസീൽദാർ ഓഫീസിലെത്തിയോ PV അൻവർ? ഹാഷ്മി, വിജയകുമാർ, വലിയ ജനക്കൂട്ടമുണ്ട്. ആ ജനക്കൂട്ടം വോട്ടാകുമോ എന്ന കാര്യം ഉറപ്പില്ലെങ്കിലും എന്തായാലും ആ ജനക്കൂട്ടമുണ്ട്. അൻവറിനൊപ്പം വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു പരിപാടി തന്നെയാണ് അൻവറിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം. എനിക്ക് പിന്നിൽ അത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഒരു ഹാർഡ്ലി ഒരു കിലോമീറ്റർ മാത്രമാണ് ബാക്കിയുള്ള താലൂക്ക് ഓഫീസിലേക്ക്. അൻവർ പതിയാണ് വരുന്നത്. പതിയെ നാട് നീളെയുള്ള അല്ലെങ്കിൽ വഴിനീളമുള്ള പ്രവർത്തക സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അൻവർ ഈ പറഞ്ഞ ഓപ്പൺ ജീപ്പിൽ ഇങ്ങോട്ടേക്ക് വരുന്നത്. നേരത്തെ അവിടെ ബസ് സ്റ്റാൻഡിൽ സംസാരിക്കും, നമ്മോട് സംസാരിക്കും ഒക്കെ അൻവർ പറയുന്നത് ഈ പറയുന്ന രീതിയിൽ തനിക്കൊപ്പം ഇവിടുത്തെ സാധാരണക്കാരുണ്ട്. 9 വർഷം ഇവിടെ ജനപ്രതിനിധിയായിരുന്ന ആളാണ്. ഇവിടെ താഴെത്തട്ടിൽ മനുഷ്യരെയും ഇവിടുത്തെ പ്രസ്ഥാനങ്ങളെയും യുവജന പ്രസ്ഥാനങ്ങളെയും എല്ലാം തനിക്ക് കൈവെള്ള പോലെ നന്നായി അറിയാം. അവരൊക്കെ ഒരുപക്ഷെ ഇപ്പോൾ തനിക്ക് അനുകൂലമായി പുറത്തു വന്ന് നിൽക്കുന്നുണ്ടാവില്ല. കാര്യം അവരുടെ ജീവൽ പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴലുന്നവരാണ്. പുറത്തിറങ്ങിയ പല പ്രതിസന്ധികളുണ്ടാകും. പക്ഷേ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഈ അടിത്തട്ടിലുള്ളവരൊക്കെ തന്റെ 9 വർഷത്തെ തന്റെ സമ്പാദ്യമായ പരിചയങ്ങളൊക്കെ തനിക്ക് അനുകൂലമായി വോട്ട് ചെയ്യും എന്നുള്ളതാണ് PV അൻവറിന്റെ പ്രതീക്ഷ. എന്തായാലും PV അൻവർ അതിശക്തമായ മത്സരത്തിൽ ഒരു പോരാട്ട മുഖത്തേക്ക് തന്നെ ഇറങ്ങുന്നുവെന്ന് ഉറപ്പായി പറയാം വിജയകുമാർ. കാരണം നമ്മൾ നേരത്തെ പിന്നെയും ചില ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും അൻവർ വീണ്ടും ചില അനുനയത്തിന്റെ പാതയിലേക്ക് പോകുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിരുന്നു. പക്ഷേ നാമനിർദ്ദേശ പത്രിക അല്ലെങ്കിൽ സമർപ്പിച്ച പത്രിക പിൻവലിക്കാനില്ലെന്നും ഇനി ഒരു അനുനയത്തിനുമില്ലെന്നും കടുത്ത പോരാട്ടം നടത്തി പരമാവധി വോട്ടുകൾ 25,000 25+ വോട്ടുകൾ പിടിക്കുകയും അതുവഴി PV അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയ വ്യക്തിത്വം അപ്രസക്തനായിട്ടില്ല എന്ന് തെളിയിക്കൽ തന്നെയാണ് അൻവറിന്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഏതളവിലും പോവുക എന്നുള്ളത് കൂടി അൻവർ ഉദ്ദേശിക്കുന്നുണ്ട്. കടുത്ത ഭാഷയിൽ രാവിലെയൊക്കെ സംസാരിക്കുന്നത് കേട്ടു. അൻവറിന്റെ സ്ട്രാറ്റജി ഇടതു വലത് മുന്നണികൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, റിഫ്റ്റ് ഉണ്ടാക്കുക, ആ റിഫ്റ്റിൽ കൂടി കിട്ടുന്ന വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ളത് തന്നെയാണ് അൻവറിന്റെ കൃത്യമായ സ്ട്രാറ്റജി. അതോടൊപ്പം തന്നെ ഈ പറയുന്ന മതപരമായ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെയൊക്കെ പറയുന്നത് കേട്ടു. M സ്വരാജിന് ശബരിമലയിലൂടെ ഹിന്ദു വിശ്വാസികൾ വോട്ട് നൽകില്ല, അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിന് പാടമൊന്നൊരു വിലാവുന്ന സിനിമയിലെ മുസ്ലിം വിരുദ്ധ പരാമർശം എന്ന നറേറ്റീവിൽ കൂടി വോട്ട് നൽകില്ല എന്നൊക്കെ PV അൻവർ ഇന്നലെ പറയുന്നത് കേട്ടു. അപ്പൊ അത്തരത്തിലുള്ള ചില തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ സെൻസിറ്റീവായ തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി വോട്ട് പിടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്തിന്റെയും M സ്വരാജിന്റെയും LDFന്റെയും UDFന്റെയും പരമാവധി നെഗറ്റീവുകൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയും അതുവഴി കിട്ടുന്ന വോട്ട് സമാഹരിക്കുക എന്നാണ് അൻവറിന്റെ ലക്ഷ്യം. എന്തായാലും PV അൻവർ പത്രികാ സമർപ്പണത്തിനായി ഇങ്ങോട്ടേക്ക് പോകുന്നു. വിജയകുമാർ, ഒരു കാര്യം ഉറപ്പാണ് വിജയകുമാർ, ഇവിടെ ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ നമ്മൾ PV അൻവർ അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ച് ബൈ ഇലക്ഷനിലേക്ക് പോകുമ്പോൾ എല്ലാവരും കരുതിയിരുന്നത് ഇവിടെ UDFനൊരു ഈസി വാക്ക് ഓവർ എന്നുള്ളതാണ്. അതിന് കാരണം PV അൻവർ സ്വാഭാവികമായും UDFനൊപ്പം നിൽക്കും, പതിവ് പോലെ ഇവിടുത്തെ LDFന്റെ ഒരു സ്വതന്ത്ര പരീക്ഷണം എന്നൊക്കെ കരുതിയിരുന്നിടത്തു നിന്നും M സ്വരാജിന്റെ വരവോടുകൂടി അത് നിർണായക വഴിത്തിരിവാകുന്നു. അത് നിലമ്പൂരിനെ ടൈറ്റാക്കുന്നു. തൊട്ടു പിന്നാലെ
ആര് കാരണമാണോ ഈ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത് അതേ വ്യക്തി തന്നെ അതേ മുൻ എം എൽ എ തന്നെ ഈ ബൈ ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയായി വരുന്നു എന്നുള്ളത് ഈ പറയുന്ന നിലമ്പൂരിനെ അങ്ങേയറ്റം അപ്രവചനീയമാക്കുന്നു. ഒരുപക്ഷെ നിലമ്പൂർ ഇതുവരെ കണ്ട നിലമ്പൂര് പഴയ കുഞ്ഞാലി കാലത്ത് പോലും അല്ലാതെ കുഞ്ഞാലി ജയിച്ച ആ കാലത്ത് പോലും ഇത്രത്തോളം തീവാറും പോരാട്ടം കണ്ടിട്ടില്ല എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അങ്ങേയറ്റം ഒരു തരത്തിലും പ്രവചിക്കാൻ കഴിയാത്ത വണ്ണം നിലമ്പൂര് കയറി മുറുകുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ വാക്പോരിന്റെ പരമാവധികൾ കാണേണ്ടി വരും. നിലമ്പൂര് കാണുന്നത് ഒരു അങ്ങേയറ്റം ചടുലമായ ചില രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ ഉണ്ട്. അൻവറിന്റെ പുതിയ ചില വെളിപ്പെടുത്തലൊക്കെ അൻവർ മുഹമ്മദ് റിയാസ് പണം വാങ്ങി അതിനുള്ള തെളിവ് കയ്യിലുണ്ട് എന്നൊക്കെ അൻവർ പറയുന്നുണ്ട്. അൻവറിന്റെ സ്ഥിരം പറച്ചിലാണോ അത് ഈ പറഞ്ഞ തെളിവുകളുണ്ടോ അതോ ബിലോ ദ ബെൽറ്റ് പ്രചരണത്തിലൊക്കെ വരും ദിവസങ്ങളിൽ ഈ പറയുന്ന പ്രചരണത്തിലേക്ക് പോകുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണണം. എന്തായാലും നിലമ്പൂർ ഇപ്പോഴും പിടിതരാതെ നിലമ്പൂരുകാർ തലയ്ക്ക് കൈവെക്കുന്നു. ഇത്രത്തോളം വാശിയേറിയ തീവാർ പോരാട്ടം തങ്ങളുടെ ആയുഷ്കാലത്ത് കണ്ടിട്ടില്ല എന്നവർ പറയുന്നുണ്ട്. നിലമ്പൂർ അൺപ്രഡിക്റ്റബിൾ ആണ് വിജയകുമാർ ഈ ദിവസം. ശരി ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനായി PV അൻവർ പ്രവർത്തകരോടൊപ്പം താലൂക്ക് ഓഫീസിലേക്ക് പോവുകയാണ്. അല്പസമയത്തിനകം പത്രിക നൽകും. നിലമ്പൂരിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രയും കടുകട്ടി രാഷ്ട്രീയ പോരാട്ടം നടന്നിട്ടുണ്ടോ എന്ന സംശയമാണ്. എന്നെല്ലാ അർത്ഥത്തിലും നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയും.